മാ നബത ബിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ. ഹറാമിലാണ് തുടങ്ങുന്നത്. കാണൽ ഹറാമല്ല കേട്ടോ, നോക്കൽ ഹറാമാണ്. 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. തിങ്കളാഴ്ച. ചൊവ്വാഴ്ചയും 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ചയും ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു, അന്ന് മുതൽ ഹറാമായി. പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത്, അല്ല എന്ന് പറയരുത്. ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും. എന്നാൽ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്. വൽ യദാനി സിനാഹുമാ അൽ ബത്ഷു, കയ്യിന്റെ വ്യഭിചാരം തൊടലാകുന്നു. വൽരിജ്ലാനി സിനാഹുമാ അൽ മശിയു, കാലിന്റെ വ്യഭിചാരം നടത്തവാകുന്നു. വല്ലിസാനു സിനാഹുമാ അൽ കലാം, നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലല്ല തുടങ്ങണതെന്ന് പറയരുത്, ഹറാമ് തന്നെയാണ് തുടങ്ങണത്. മാ നബത ബിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ്. വഹയിന്റെ ഇൽമാണ്, തെറ്റൂല. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹയിന്റെ ഇൽമാണ്, അത് തെറ്റൂല. അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ നാളെ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് അങ്ങനെയൊക്കെയാണ് പറയാൻ പാടുണ്ടോ? ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവൂലേ, ഓല ആകെ അടങ്ങാറാവൂലേ? ഞാനിപ്പോൾ ഞാൻ എന്ത് കേട്ടാനാ? ഓലോട് ഇനി പറയാനുള്ളത് ആകെ ഒറ്റ വയ്യുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളീന്ന്. എന്തെങ്കിലും വയ്യ പറയണ്ടപ്പോ ഓലോടും വേണമല്ലോ വയ്യ പറയാം. ഓരോട് ആകെ ഒരു വയ്യേ പറയാനുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കാളീന്ന്. അപ്പൊ കിട്ടി ഉസ്താദെ ഐഡിയ, ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. കുറച്ച് ഇസ്തിഗ്ഫാറാണ് ചെല്ലിയാൽ മതിയല്ലോ എന്ന് കരുതി കണ്ട് കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട. കെട്ടിയവർക്ക് ഇനി അതേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പ്രണയവിവാഹം പരാജയപ്പെടും, അത് ഉറപ്പാ. അത് പരാജയപ്പെടും. 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. ഒരു കാരണമൊന്നല്ല, ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. 5 കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് ഒരിക്കലും സ്വർഗത്തിൽ അവസാനിക്കൂല എന്ന് പറഞ്ഞതിന് കുറെ അർത്ഥമുണ്ട്. മക്കൾ നേരാവൂല എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകുന്നത് മക്കളാണ്, മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ്. നരകാവകാശിയാകുന്നതിന്റെ കാരണം മക്കളാണ്. അപ്പം സ്വർഗാവകാശി ആവൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം അതിന്റെ മക്കൾ നേരാവൂല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. എന്നാ അങ്ങനെ ആയി എല്ലാ വ്യാപകമായതുകൊണ്ട് ആലാലാകണ കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആയില്ല, അതുകൊണ്ട് ഇപ്പൊ ഒന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടൊന്നും ശരീഅത്തിൽ ഇസ്ലാമിലൊന്നുമില്ല. അതുകൊണ്ട് സംഗതി അത് മോശം തന്നെയാണ്. ഒറിജിനൽ നിക്കാഹ്, വാപ്പിയും തെരഞ്ഞു പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. വകുല്ലു മാ ആതാ ബിഹിർ റസൂലു ഫഹഖു തസ്ലീമു വൽ ഖബൂലു. അതാണ് ഈമാന്റെ അടിസ്ഥാനം. സയ്യിദുന അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിന് കിഫായത്തുൽ ഈമാൻ, കിഫായത്തുൽ അവാം എന്നീ പേരുകളുള്ള ഒരു കിതാബുണ്ട്. ഈമാനിനെ വളരെ ചുരുക്കി പറഞ്ഞ കിതാബ്. അതിലൊരു വരിയാണ് ഞാൻ ചൊല്ലിയത്. ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവില്ല. മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുവിൽ വിശ്വാസം വരെ ചെയ്യുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അള്ളാഹുവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം വന്നതിനാൽ അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. എന്തേ കാരണം? മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നു, അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു, അലി റളിയല്ലാഹു അൻഹു വന്നു. എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ്.
അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരൂല. ഖലാ ഖദർ മനസ്സിലായിട്ട് വിശ്വസിക്കൂലാന്ന്. വിശ്വസിച്ചിട്ട് ഖലാ ഖദർ മനസ്സിലാവുകയേ ചെയ്യുള്ളൂ. ഖലാ ഖദർ മനസ്സിലാകണില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല പറഞ്ഞാല് ഖലാ ഖദർ മനസ്സിലായിട്ട് വിശ്വസിക്കൂല. വിശ്വസിക്കൽ എപ്പോഴാണ്? ഖലാ ഖദർ എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ ഖലാ ഖദർ മനസ്സിലാവുള്ളൂ. അതിന് ഖലാ ഖദറിന്റെ മാത്രം പ്രശ്നമല്ല, മീസാൻ എന്ന തുലാസും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസാൻ മനസ്സിലാവുള്ളൂ. സിറാത്ത് പാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. സിറാത്ത് പാലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിന്റെ മേലിട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാര് നടക്കുന്നതും അല്ല മനുഷ്യന്മാരെ, സിറാത്ത് പാലം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഉണ്ട്. എന്നാലും പിന്നെ വേറെ പ്രശ്നമല്ല, എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിന് എങ്ങനെ വാളിനേക്കാൾ മൂർച്ച ഉണ്ടാവുക? മുടിക്കന്നെ ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിനെ 7 പൊളിയൊക്കെ ഏതായാലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. വെറുതെ അല്ല നിങ്ങള് വേസ്റ്റ് വില്ലൂരിലായത്. അത് മനസ്സിലാവൂല. എന്തേ മനസ്സിലാവുള്ളൂ എന്ന് നിങ്ങൾക്ക്? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാന്നേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായതിനാൽ സിറാത്ത് പാലം മനസ്സിലായതാണ്. അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ്. അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ്. ഈ ഗൈബിയായ വിശ്വാസം എന്നറിയില്ല, മറഞ്ഞ വിശ്വാസം. മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം സക്രാത്തുൽ മൗത്താണ്. മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം. ഗൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ്. ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന ഇട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങേറില്ല, ഓന് ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്താ കാരണം? മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം, വേറൊന്നല്ല കാരണം. അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കുറയും, അത് കുറയുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് 2 മാസത്തിലാണ്. ഒന്ന് റമദാനിലും ഒന്ന് റബീഉൽ അവ്വലിലും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക 2 മാസമാണ്. ഒന്ന് റമദാൻ മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടില്ല, അപ്പൊ ശൈത്താൻ എങ്ങനെയൊക്കെ മുടക്കും അത്. രണ്ടാമത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ ആകണേന്റെ മുന്നേ ഒരു മുഹറം കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവും നബിദിനം അനാചാരം, മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസമാണ് റബീഉൽ അവ്വൽ. ഇസ്ലാം ദീനിൽ 2 തരം ആൾക്കാരുണ്ട് എന്നാണ്. ഒന്ന് അന്വേഷകരും വേറൊന്ന് ആസ്വാദകരും. ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാർ, വേറൊന്ന് ആസ്വദിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അല്ല നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ? അല്ല നബിദിനം ആഘോഷിക്കാൻ പറ്റുമോ? മരിച്ചോളം അന്വേഷിക്കും. ചില ആൾക്കാർ ആസ്വാദകരാണ്. ഒരു മരിക്കോളം റബീഉൽ അവ്വൽ ആയാൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ സദർ ഉസ്താദ് പറയും പാടിക്കോളി എന്നറിയും. അപ്പം അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പാടും. അപ്പൊ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും, ഓലെ കീശയിൽ പൈസ ഉണ്ടാവും, ഓലെ അത് കവറിലിട്ടിട്ടാണ് കൊടുക്കും. അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവരും. അന്വേഷിക്കുന്നവർ ഖിയാമത്ത് നാൾ 1-ാം തീയതി ഒരു അന്വേഷിച്ച് നടക്കലേ ഉണ്ടാവുള്ളൂ, പാടലുണ്ടാവില്ല. ആസ്വദിക്കുന്നവരാണ് പാടുക. നമ്മൾ അന്വേഷിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അന്വേഷകരാവരുത്, ആസ്വാദകരാവണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആസ്വദിക്കണം. എന്ത് വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അമിതമായ താല്പര്യം. അമിതം എന്നതിന് പറയാൻ പറ്റൂല, അധികമായ താല്പര്യം. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ്, അതാണ് ഈമാന്റെ ബേസ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ദീനിൽ നിന്ന് എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് ഖുറൈശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിഅ്റാജിന്റെ പിറ്റേ ദിവസം. ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്താണ് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് 7 ആകാശങ്ങൾ കയറി
അള്ളാഹുവെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു എന്ന് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആകെ ഒരു ചോദ്യമാണ് ചോദിക്കാണ്ടായത്. ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളിപ്പോൾ റബീഉൽ അവ്വൽ 12-നും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം മുഹമ്മദ് നബിയും ആധുനിക ലോകവും എന്നൊക്കെ കൊടുക്കുക. കുട്ടികൾക്ക് പറഞ്ഞെടുക്കേണ്ടത് കുട്ടിയായ നബി, ചെറിയ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അത്ഭുതം, വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം. ആദ്യം ഉമ്മാന്റെ അടുത്തുനിന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി 2 കൊല്ലത്തിന്. ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ പേരയിൽ നിർത്തി. രണ്ടാമതും കൊണ്ടുപോയി. 2-ാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുന്നിട്ട് ചോദിച്ചു, ഞാൻ ഒന്നുകൂടിയും കൊണ്ടോട്ടെ എന്ന്. കരാറ് കഴിഞ്ഞു. കരാറ് 2 വർഷത്തിനുള്ളൂ. ശമ്പളവും കഴിഞ്ഞു. 3-ാം കൊല്ലം കൊണ്ടുപോയി ശമ്പളമില്ലാതെ. 3-ാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് നെഞ്ചു കീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് മടക്കി വെച്ചു. കഥയല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ സർജറി കഴിഞ്ഞ സ്ഥലം നബി തങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തെളിവ് സഹിതാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലേ നബി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം നബി തങ്ങളോടൊപ്പം ഊണിലും മുറക്കിലും കഴിഞ്ഞുകൂടിയ ആളാണ് മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.